ഹലോ, വെൽക്കം ടു നെതർലാൻഡ്സിൽ ഒരു മലയാളി കപ്പിൾ. ഓരോ പ്രാവശ്യം നാട്ടിൽ പോയി തിരിച്ചു വരുമ്പോഴും വീണ്ടും ഈ നാടുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരിക്കും. വന്നിട്ട് 1-2 ആഴ്ചയൊക്കെ നാട്ടിലെ ഓർമ്മകളിൽ അങ്ങനെ തള്ളി നീക്കാൻ പറ്റും. ഇതിപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നിട്ട് 1 മാസം ആവുന്നേ ഉള്ളൂ. നെതർലാൻഡ്സിൽ എനിക്ക് ഇഷ്ടമുള്ള ക്ലൈമറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയും സമ്മറാണെന്ന്. കാരണം സമ്മറിൽ ഇവിടെ എല്ലാം കളർഫുള്ളായിട്ടുണ്ടാവും. എനിവേസ്, ഇന്ന് നല്ലൊരു സണ്ണി ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിലിരിക്കാണ്ട് ഒന്ന് പുറത്ത് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ലാണ്ട് വെളിയിലേക്ക് ഇറങ്ങിയതാണ്. പോകുന്ന വഴിക്ക് അടുത്ത് കാണാൻ പറ്റിയ ഏത് സ്ഥലമുള്ളതെന്ന് ചുമ്മാ നോക്കിയപ്പോൾ എത്തിപ്പെട്ട ഒരു സ്ഥലമാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതാണ് അന്നത്തെ ട്രിപ്പിൽ എനിക്ക് ഏറ്റവും സന്തോഷം തന്ന കാര്യം എന്ന് പറയാം. കാരണം ഞാൻ ഒത്തിരി നേരം അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ അരയണ്ണ ഒന്ന് ചിറക് വിരിക്കുന്നത് കാണണമെന്ന്. ഒത്തിരി ഉണ്ടായിരുന്നു അതിൽ. പക്ഷേ എല്ലാവരും ഇങ്ങനെ സൈലൻ്റായിട്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം ഗ്രോണിംഗനിൽ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒരു ദിവസം മുഴുവൻ വേണമെങ്കിൽ അവിടെ പോയിരുന്നിട്ട് ഇങ്ങനെ റിലാക്സ് ആയിട്ട് നേച്ചറിന് നോക്കിയിരിക്കാൻ പറ്റും. അത്രയ്ക്ക് ഭംഗിയുണ്ട്. ഈ വഴിയിലൂടെ ഇങ്ങനെ ചുറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ എത്തും. അത്രയും ദൂരം നടക്കാൻ വയ്യാത്തത് കൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു. പക്ഷേ ഇതേ ഭംഗിയാണ് ചുറ്റിലുമുള്ളത്. ഇതേ നേച്ചർ, ഈ ഗ്രീനറി എല്ലാം അങ്ങനെയുണ്ട്. പിന്നെ ഓരോ ദൂരം ഇടവിട്ട് നമ്മൾക്ക് ഇരിക്കാനൊക്കെയുള്ള ബെഞ്ചും എല്ലാം ഉണ്ട്. അവിടെയാണ് മൊത്തം നടന്നത്. അവിടെ ഒരു കാർ പാർക്ക്. കാറാണോ? ഇവിടെ നമുക്ക് എൻട്രി ഫീ ഒന്നുമില്ല. നാട്ടിൽ ബീച്ചിലൊക്കെ പോകുന്ന പോലെ വരാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു സ്വിമ്മിങ് ഏരിയ ഉണ്ട്. അതല്ലാതെ വാട്ടർ സ്പോർട്സ് ഒക്കെ ഉണ്ട്. അത് പക്ഷേ നമ്മൾ പേ ചെയ്യേണ്ടി വരും. ചില യാത്രകൾ ഇങ്ങനെ ഒരു പ്ലാനും ഇല്ലാതെ പോയാലും ബ്യൂട്ടിഫുള്ളായിട്ട് മാറാറുണ്ട്. അങ്ങനെ ഒരു യാത്രയാണിത്. മനസ്സ് നിറഞ്ഞ് തിരിച്ചു വന്നെന്ന് പറയാം. ഇതുപോലെ ചില സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്ക് അവിടെ നിന്ന് തിരിച്ചു പോകാൻ മനസ്സ് വരില്ല അല്ലേ? അങ്ങനത്തെ ചില സമയങ്ങളിൽ നമ്മൾ പറയില്ലേ, ഇനിയൊരു പ്രാവശ്യം കൂടി അവിടെ പോകണമെന്ന്. പലപ്പോഴും അത് നടക്കാറില്ല. പക്ഷേ എന്നാലും നമ്മൾ ആ ഒരു ആഗ്രഹം പറഞ്ഞിട്ട് പോകും. അങ്ങനെയാണ് ഞങ്ങൾ ഈ യാത്ര തിരിച്ചത്. നെക്സ്റ്റ് വീക്ക് എന്തായാലും നമ്മൾ അവിടെ പോകണമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ ആ ഒരാഴ്ചയും കഴിഞ്ഞു പോയി. ഇനി എന്നറിയില്ല. കാണുന്ന പോലെ ഇങ്ങനെ കണ്ണു വലിച്ചിട്ട്